കലോത്സവ വേദിയിൽ നിന്ന് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കി വീണ്ടും കേന്ദ്ര സർക്കാർ. അവസാന പാദ കടമെടുപ്പിൽ 5600 കോടി കേന്ദ്രം വെട്ടിക്കുറച്ചു. 7437.61 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത്. എന്നാൽ 1838 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. സാമ്പത്തിക വർഷാവസാനമാണ് കേന്ദ്രത്തിന്റെ കടുംവെട്ട്. സൈഫ് സൈൻലാബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി. സൈഫ, വീണ്ടും കടമെടുപ്പിൽ നിന്നുള്ള തുക വെട്ടിക്കുറച്ചിരിക്കുകയാണോ? ജിൽസി, സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന ആരോപണം ഇടതുമുന്നണി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഉന്നയിക്കുന്നതാണ്. ഇത് ശരിവെക്കുന്നതാണ് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെയും കേന്ദ്രത്തിന്റെ ഇടപെടൽ. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായ മാർച്ച് മുതൽ ഡിസംബർ വരെ, ഏപ്രിൽ 1 മുതൽ, മാർച്ച് അവസാനം കഴിഞ്ഞ് ഏപ്രിൽ 1 മുതൽ ഡിസംബർ വരെ ഉള്ള 3 പാദങ്ങളിലെ തുക ഒരുമിച്ചും ജനുവരി മുതൽ മാർച്ച് വരെയുള്ള തുക പിന്നീടും എന്ന നിലയിലാണ് കടമെടുപ്പ് കേന്ദ്രം അനുമതി നൽകുന്നത്. അങ്ങനെയാണ് കേന്ദ്രം അനുമതി നൽകാറുള്ളത്. ഈ വർഷം ആകെ 45,689.61 കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ കടമെടുക്കാനുള്ള അനുമതിയായിട്ട് കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നത്. ഡിസംബർ വരെ 23,852 കോടി രൂപ സമാഹരിക്കാൻ നമുക്ക് അനുമതി കിട്ടി. അവസാന പാദത്തിൽ കേരളം ആവശ്യപ്പെട്ടത്, സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ്, അത് ആവശ്യപ്പെട്ടത് 7,437.61 കോടി രൂപയായിരുന്നു. പക്ഷെ കേന്ദ്രം അനുവദിച്ചത് വെറും 1,838 കോടി രൂപ മാത്രമാണ്. PF-ഉം അതുപോലെ തന്നെ ട്രഷറി നിക്ഷേപങ്ങളും അടങ്ങുന്ന പബ്ലിക് അക്കൗണ്ടിലെ പണം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി എന്ന് മാത്രമല്ല, തൊട്ട് തലേ വർഷത്തെ കണക്ക് നോക്കി കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിന് പകരം 3 വർഷത്തെ ശരാശരി കണക്കെടുക്കുകയാണ് കേന്ദ്രം ചെയ്തത്. ഇതാണ് സംസ്ഥാനത്തിൽ തിരിച്ചടിയായി വന്നിട്ടുള്ളത്. മുൻ വർഷങ്ങളിലെ തുക പരിഗണിക്കരുതെന്ന കേരളത്തിന്റെ നിവേദനം പോലും കേന്ദ്ര സർക്കാർ ചെവിക്കൊണ്ടത് പോലും ഇല്ല. അടുത്ത മാസം ആദ്യം സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ്. ഇപ്പോൾ തന്നെ 5 മാസത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റ് ആയതുകൊണ്ട് ക്ഷേമ പെൻഷൻ അടക്കം വർദ്ധിപ്പിക്കുകയും വേണം. ഇതിനിടയിലാണ് കേന്ദ്രത്തിന്റെ ഈ കടും വെട്ട് ഉണ്ടായിരിക്കുന്നത്. 5,600 കോടി രൂപയുടെ അപ്രതീക്ഷിത കുറവ് ഉണ്ടായത് സംസ്ഥാനത്ത് സാമ്പത്തികമായി വലിയ രീതിയിൽ ഞെരുക്കും എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സംശയമില്ല. ഈ സാമ്പത്തിക വർഷത്തിന് അവസാനമായതുകൊണ്ടും ബജറ്റ് ആയതുകൊണ്ടും സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധി